ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പല ക്വസ്റ്റ്യനും ശ്രദ്ധിക്കാത്തത് മൂലമാണ് അക്കൗണ്ടൻസി ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ കടന്നുകൂടുന്നത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഭാഗത്തു നിന്നും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ ഗുഡ്സ് ആർ ബ്രോട്ട് within the municipal limit, dash duty has to be paid. When the goods are brought within the municipal limit, dash duty has to be paid. മുനിസിപ്പൽ ലിമിറ്റ്, മുനിസിപ്പാലിറ്റി ഏരിയയിൽ കൂടെ പോകുമ്പോൾ നഗരസഭ നികുതി കൊടുക്കേണ്ടതായിട്ട് വരും. ആ നഗരസഭ നികുതിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ആൻസർ ഒക്ട്രോയി ആണ്. ഒക്ട്രോയി, OCTROI, അതാണ് ഒക്ട്രോയി. അതാണ് നഗരസഭാ നികുതി. അടുത്ത ക്വസ്റ്റ്യൻ, വേജസ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡാറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് വേജസ് കാണിക്കേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. വേജസ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അത് തീർച്ചയായിട്ടും ഏത് സൈഡിൽ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഈസ് created by debiting dash account. Provision for bad debt account is created by debiting dash account. Provision for bad debt account is created by debiting dash account. Provision for bad debt accountൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് ഐറ്റമാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു നോ ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ കാണും. ഇതിൽ നിന്നും നെറ്റ് റിസൾട്ട് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് അറിയേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എ ഡാഷ് ടു ദ ബിസിനസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ, ഇറ്റ് മീൻസ് ഇൻകം എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ഓൺലി ഇൻ ദ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി സാധാരണയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലും തരും. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റം ട്രയൽ ബാലൻസിനകത്തും തരും. ഇവിടെ പറഞ്ഞേക്കുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അഡ്ജസ്റ്റ്മെൻറ്റിൽ തരാതെ ട്രയൽ ബാലൻസിനുള്ളിൽ തന്നെ തന്നാൽ അത് എവിടെയാണ് എഴുതേണ്ടത്? ഒറ്റൊരിടത്ത് മാത്രമേ എഴുതാവൂ. ട്രയൽ ബാലൻസിനുള്ളിൽ തന്നേക്കുന്ന ഐറ്റത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അതേസമയം ട്രയൽ ബാലൻസിന് വെളിയിൽ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്ന ഐറ്റത്തിന് 2 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ഓൺലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് പ്രൊവിഷൻ ഈസ് ടു മീറ്റ്. പ്രൊവിഷൻ വെക്കുക എന്ന് പറയും. ആ പ്രൊവിഷൻ വെക്കുന്നത് എന്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്? പ്രൊവിഷൻ വെക്കുന്നത് ടു മീറ്റ് ലയബിലിറ്റി. ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ വെക്കുന്നത്. അപ്പം ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ വെക്കുന്നത്, ഒരു അൺനോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് റിസർവ് വെക്കുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഡാഷ് ടു ദ ഫേം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് ചോദിച്ചാൽ എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആണോ എക്സ്പെൻസ് ആണോ ഗെയിൻ ആണോ എന്നൊക്കെ പറഞ്ഞു തരും. എക്സ്പെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതെന്താണ്? ലയബിലിറ്റിയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാണ്?
ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏതിനകത്താണ്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ കാരണം പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേറ്റിസം, അതായത് അക്കൗണ്ടിങ് ബിസിനസ് എന്ന് പറയുന്നത് പ്ലേയിങ് സേഫ് ആയിരിക്കണം. അപ്പം ബിസിനസ്സിനകത്ത് കളിക്കുന്ന കളിയൊക്കെ എന്തായിരിക്കണം? സേഫ് ആയിരിക്കണം എന്ന് പറയുന്ന കൺസർവേറ്റിസം പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്ന രീതിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അടുത്തത്, ദ വെരി ഒബ്ജക്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട്. ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടു നോ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെറ്റർ. സൺട്രി ഡെറ്ററിൻ്റെ തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്ന ഭാഗം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ബാഡ് ഡെപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആർ. അതായത് ഒരു എക്സ്പെൻസ് മുൻകൂട്ടി അടയ്ക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അസറ്റാണ് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ എക്സ്പെൻസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആർ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. ഡാഷ് ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റിന്മേൽ നടത്തുന്ന ചാർജാണ് ഈ പറഞ്ഞ പ്രൊവിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സോൾ ട്രേഡേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ്. സോൾ ട്രേഡേഴ്സിനകത്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഓർഡറിലാണ്? അസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിക്വിഡിറ്റിയാണ്. അസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിക്വിഡിറ്റി പൊസിഷനാണ്. ലിക്വിഡിറ്റി പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഈസ് അസർട്ടൈനിങ് ബൈ പ്രിപ്പയറിംഗ് ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അസർട്ടൈൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്നുകിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വരുന്ന CSEBയുടെ എക്സാമെങ്കിലും ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഉറപ്പിച്ച് പഠിക്കുക. പഠിക്കാത്തതിൻ്റെ പുറകെ പോകാതിരിക്കുക. ഇന്ത്യൻ കോർപ്പറേഷനായാലും കേരള കോർപ്പറേഷനായാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാങ്കിങ് ആയാലും മോഡേൺ ബാങ്കിങ് ആയാലും എന്ത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനും ആൻസറും ചോദിച്ചാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഉറപ്പിച്ച് മാത്രം പഠിക്കുക. പഠിക്കാത്ത ഭാഗങ്ങൾ ഒരുപാട് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഫോറിൻ കോർപ്പറേഷൻ പാടാണ്, ഫോറിൻ കോർപ്പറേഷൻ എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഫോറിൻ കോർപ്പറേഷൻ പഠിക്കുന്നില്ല എങ്കിൽ പൊക്കോട്ട്. അവിടെ നിന്ന് കിട്ടുന്ന അരമാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ മതി. എല്ലാം കൂടെ, അതായത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പം നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് വർഷം കോച്ചിങ്ങിന് പോയിട്ട് ഒരു ലിസ്റ്റിൽ പോലും കടന്നുകൂടാൻ പറ്റാത്ത ഒരാൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ ആ കുട്ടി എനിക്ക് തോന്നുന്നത് ഒരു 10-15 മണിക്കൂറെങ്കിലും പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ കുട്ടി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പണ്ട് പുരാതനകരമായിട്ടുള്ള ക്ലാസ്സുകൾ മൊത്തം ഇരുന്ന് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വായിച്ച് തള്ളാൻ വേണ്ടിയിട്ട് ഇത് നോവലുകളല്ല. നമ്മുടെ മനസ്സിൽ പതിയാതെ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക, പഠിക്കാത്തതിൻ്റെ പുറകെ പോകാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലോർത്തുകൊണ്ട് വേണം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനും എല്ലാ നോട്ട്സും എഴുതിയെടുക്കാനും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.